ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൺ. ഇന്നൊരു അടിപൊളി ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്ലീൻ ചെയ്തെടുത്ത 1 കിലോ ചിക്കൻക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണിച്ചാൽ ഉപയോഗിക്കാവുന്നതാണ്. ഓയിൽ ചൂടായി വരുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 2 സവാള അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴണ്ടി വരുമ്പോൾ 2 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കണം. ഇതെല്ലാം പാകമായി വന്നു കഴിഞ്ഞാൽ ഇനി മസാലകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ മസാല കൂട്ടി വെച്ച ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റോളം വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 പിടി മല്ലിയില, 1 പിടി പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 1 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുന്നുണ്ട്. 1 വിസിൽ വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കർ തുറന്ന് നോക്കിയിട്ട് 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 6 കപ്പ് റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കണക്കിൽ വെച്ചിട്ടാണ് 6 കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കുക്കറിലാവുകൊണ്ട് നമുക്ക് ഇത്ര വെള്ളം മതി. 1 കപ്പോളം വെള്ളം ഓൾറെഡി ചിക്കനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. 6 കപ്പ് ബിരിയാണി അരിയാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഡ്രൈ ചെയ്ത് വെച്ച അരിയാണിത്. അപ്പോൾ ഇത് നമ്മളിനി കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇത് വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. ഇനിയിപ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെക്കുന്നുണ്ട്. 1 വിസിൽ വന്നാൽ നമുക്ക് ഓഫ് ചെയ്തിടാം. ഇപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം. ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറൊക്കെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കനും റൈസൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് കുക്കറിൽ നിന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒട്ടിപ്പിടിച്ച പോലെ തോന്നും, പക്ഷെ ആ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ കറക്റ്റ് പരിവായി കിട്ടും. ചിക്കൻ മാത്രമല്ല, ഇതുപോലെ ബീഫ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരിക നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഈ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. താങ്ക്